Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് മൊഡ്യൂൾ 1-ലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കൺവേർജൻസ് ഓഫ് IT ആൻഡ് OT. അപ്പോൾ എന്താണ് IT, എന്താണ് OT നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പാർട്ട് എയ്ക്കകത്ത് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. കൺവേർജൻസ് ഓഫ് IT ആൻഡ് OT. എന്താണ് IT എന്ന് പറഞ്ഞാൽ? IT മീൻസ് ഇൻഫർമേഷൻ ടെക്നോളജി. IT സപ്പോർട്ട്സ് കണക്ഷൻ ടു ദ ഇന്റർനെറ്റ്. നമ്മളെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് IT എന്ന് പറഞ്ഞത്. എലോങ് വിത്ത് റിലേറ്റഡ് ഡേറ്റ ആൻഡ് ടെക്നോളജി. അതിനൊപ്പം തന്നെ റിലേറ്റഡ് ഡേറ്റയും ടെക്നോളജി സിസ്റ്റത്തിനെ എല്ലാം ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ സെക്യൂർ ഫ്ലോ ഓഫ് ഡാറ്റ അക്രോസ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ വഴി സെക്യൂർ ഫ്ലോ ഓഫ് ഡാറ്റയെ സെക്യൂർ ആയിട്ട് ഫ്ലോ ചെയ്യുക. അപ്പം അതും ഇത് IT നെറ്റ്വർക്ക് IT ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പറേഷണൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ഡിവൈസസ് ആൻഡ് പ്രോസസ് ഓൺ ഫിസിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഫിസിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിവൈസുകളെയും പ്രോസസ്സുകളെയും മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് OT നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അപ്പൊ IT എന്താണ്, OT എന്താണ്? IT മീൻസ് കണക്ഷൻ ടു ദ ഇന്റർനെറ്റ് അലോങ് വിത്ത് റിലേറ്റഡ് ഡേറ്റ ആൻഡ് ടെക്നോളജി സിസ്റ്റംസ്. ഇത് ഫോക്കസ് ചെയ്യുന്ന സെക്യൂർ ഫ്ലോ ഓഫ് ഡേറ്റ. ഒരു ഓർഗനൈസേഷൻ അക്രോസ് ആയിട്ട് ഡേറ്റയുടെ സെക്യൂർ ആയിട്ടുള്ള ഫ്ലോയിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. OT എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡിവൈസ്. അപ്പം ഒരു ഫിസിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഡിവൈസുകളുടെയും പ്രോസസ്സുകളുടെയും കൺട്രോൾ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും OT ആണ്. ദ IT ഓർഗനൈസേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓൺ എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് IT ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്? ബിസിനസ് ഓർഗനൈസേഷനുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഇമെയിൽ, ഫയൽ ആൻഡ് പ്രിന്റിംഗ് സിസ്റ്റം, ഡേറ്റാ ബേസസ് ആൻഡ് സോ ഓൺ. അപ്പൊ ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് IT ഓർഗനൈസേഷൻ ആണ്. ഇനി അടുത്ത OT. IT ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ OTയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫോർ ദി ഡിവൈസസ് ആൻഡ് പ്രോസസ്സസ് ആക്ടിങ് ഓൺ ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റിൽ ആക്ട് ചെയ്യുന്ന ഡിവൈസുകളുടെയും പ്രോസസ്സുകളെയാണ് OT റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സജസ് എന്തൊക്കെയാ? ഇപ്പം എന്തൊക്കെ ഡിവൈസുകളാണ്? ഫാക്ടറി മെഷീൻസ്, മീറ്റേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഓട്ടോമേഷൻ ഡിവൈസസ്, ദെൻ സ്കാഡ സിസ്റ്റംസ് ആൻഡ് സോൺ. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റിൽ ആക്ട് ചെയ്യുന്ന ഡിവൈസുകളുടെയും പ്രോസസ്സുകളെയാണ് OT റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്പാരിസൺ ഓഫ് OT ആൻഡ് IT നെ OT നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ കമ്പയറിംഗ് ഓപ്പറേഷണൽ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഫോക്കസ്. എന്തിനാണ് IT ഫോക്കസ് ചെയ്യുന്നത്, എന്തിനാണ് OT ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ ഇൻഡസ്ട്രിയൽ OT നെറ്റ്വർക്ക് കീപ് ദി ബിസിനസ് ഓപ്പറേറ്റിംഗ് 24/7. 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കുക എന്നാണ് ഇവരുടെ പ്രയോറിറ്റി. ഓക്കെ, സോ ഓപ്പറേഷണൽ ഫോക്കസ് 24/7 ഓപ്പറേറ്റിംഗ് ആയിരിക്കണം, ബിസിനസ് ഓപ്പറേറ്റിംഗ് ആയിരിക്കണം. ഇനി എന്റർപ്രൈസ് IT നെറ്റ്വർക്കിലെ ഓപ്പറേഷണൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മാനേജ് ദ കമ്പ്യൂട്ടർ ഡേറ്റ എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ സെക്യൂർ വേ. ഒരു സെക്യൂരിറ്റി ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. സെക്യൂർ വേയിൽ എംപ്ലോയിയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഡേറ്റ, കമ്പ്യൂട്ടേഴ്സ് ഇതിനെയെല്ലാം മാനേജ് ചെയ്യുക. അതാണ് IT നെറ്റ്വർക്കിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞത്. ഇനി പ്രയോറിറ്റീസ് 3 ഉണ്ട്. അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി. OT നെറ്റ്വർക്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവൈലബിലിറ്റി. 24/7 അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് പ്രയോറിറ്റി ആണ് ഇന്റഗ്രിറ്റി, അതായത് ഓണസ്റ്റി ആയിരിക്കും, ട്രസ്റ്റ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ഇപ്പൊ ഇന്റഗ്രിറ്റി, ദെൻ സെക്യൂരിറ്റി. ഏറ്റവും തേർഡ് പ്രയോറിറ്റി ആണ് സെക്യൂരിറ്റി. ഇനി IT നെറ്റ്വർക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ സെക്യൂരിറ്റി ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് കഴിഞ്ഞാണ് ട്രസ്റ്റും അവൈലബിലിറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്യൂരിറ്റി, ദെൻ ഇന്റഗ്രിറ്റി, ദെൻ അവൈലബിലിറ്റി. ടൈപ്സ് ഓഫ് ഡാറ്റ നോക്കിക്കേ. OT നെറ്റ്വർക്കിലെ ടൈപ്സ് ഓഫ് ഡാറ്റയാണ് മോണിറ്ററിംഗ്, കൺട്രോൾ ആൻഡ് സൂപ്പർവൈസറി ഡാറ്റ. ഇങ്ങനെയുള്ള ഡാറ്റകളാണ് OT നെറ്റ്വർക്കിലുള്ള വരുന്ന ഡാറ്റകൾ. IT നെറ്റ്വർക്കിലെ ഡാറ്റകൾ എന്ന് പറഞ്ഞാൽ വോയിസ്, വീഡിയോ, ട്രാൻസാക്ഷണൽ, ബൾക്ക് ഡാറ്റ. അപ്പൊ നിങ്ങൾ തന്നെ ഓർത്താൽ മതി, എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ അവിടെ വോയിസും വീഡിയോസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കാം. ഇപ്പൊ ടൈപ്സ് ഓഫ് ഡാറ്റ വോയിസ്, വീഡിയോ, ട്രാൻസാക്ഷൻ ആൻഡ് ബൾക്ക് ഡാറ്റ ആയിരിക്കും IT നെറ്റ്വർക്കിൽ വരുന്നത്. ഇനി അടുത്താണ് സെക്യൂരിറ്റി. ഇവിടുത്തെ OT നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഫിസിക്കൽ ഡിവൈസുകളാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഫാക്ടർ. അപ്പൊ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. ഇനി എന്റർപ്രൈസ് IT നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡിവൈസസ് ആൻഡ് യൂസേഴ്സ് ഒതന്റിക്കേറ്റ് ടു ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ആയിട്ട് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിവൈസുകളും യൂസേഴ്സും ഒതന്റിക്കേറ്റ് ചെയ്യും, അതായത് വെരിഫൈ ചെയ്യും. ഓക്കെ, ഇത് ഞാനാണ് ഈ യൂസ് ചെയ്യുന്നത്, കറക്റ്റ് യൂസർ ആണോ അത് യൂസ് ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്യും നെറ്റ്വർക്കുമായിട്ട്. അപ്പൊ അതാണ് ഡിവൈസസ് ആൻഡ് യൂസേഴ്സ് ഒതന്റിക്കേറ്റ് ചെയ്ത് നെറ്റ്വർക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത് ഇംപ്ലിക്കേഷൻ ഓഫ് ഫെയിലിയർ. എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? OT നെറ്റ്വർക്ക്
ഡയറക്ട്ലി ഇമ്പാക്ട് OT നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യും. ഇനി IT നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാലോ ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യും, പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡസ്ട്രി. അപ്പൊ ഇൻഡസ്ട്രീനെ അനുസരിച്ചായിരിക്കും എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം പക്ഷേ എന്താണ് വർക്ക് അറൗണ്ട്സ് മേ ബി പോസിബിൾ, നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള വേറെ വഴികളും ഉണ്ട്. അപ്പം വർക്ക് അറൗണ്ട്സ് പോസിബിൾ ആണ്. ഇനി നെറ്റ്വർക്ക് അപ്ഗ്രേഡിന്റെ സമയത്ത് എന്തായിരിക്കും OT നെറ്റ്വർക്കിലെ കാര്യം എന്ന് വെച്ചാൽ ഓൺലി ഡ്യൂറിംഗ് ഓപ്പറേഷണൽ മെയിൻ്റെനൻസ് വിൻഡോ വഴി മാത്രമേ OT നെറ്റ്വർക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ, നെറ്റ്വർക്ക് അപ്ഡേറ്റ്സ് നടക്കത്തുള്ളൂ. ഇനി ITക്കകത്തോ ഓഫൻ റിക്കവർ ആൻഡ് ഔട്ടേജ് വിൻഡോ വെൻ വർക്കേഴ്സ് ഓൺ സൈറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ടേജ് വിൻഡോ അവിടെ ആവശ്യം വരും. ഇമ്പാക്ട് ക്യാൻ ബി മിറ്റിഗേറ്റ്, പക്ഷേ അതിന്റെ ഒരു നെറ്റ്വർക്ക് അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്യൂരിറ്റി വൾനറബിലിറ്റി കാര്യത്തിൽ OT നെറ്റ്വർക്ക് വൾനറബിലിറ്റി കുറവാണ്, ലോ ആണ്. കാരണം എന്താ OT നെറ്റ്വർക്ക് കുറച്ചുകൂടി ഐസൊലേറ്റ് ആയി കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുക. ഓക്കെ, ആൻഡ് ഓഫൺ യൂസ് പ്രോപ്രിയേറ്ററി പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നു. അതുപോലെ OT നെറ്റ്വർക്ക് കുറച്ച് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി വൾനറബിലിറ്റി കുറവാണ്. പക്ഷേ എനിക്ക് IT നെറ്റ്വർക്കിന്റെ കാര്യത്തിലോ സെക്യൂരിറ്റി വൾനറബിലിറ്റി ഹൈ ആണ്. എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി വൾനറബിലിറ്റി IT നെറ്റ്വർക്ക് ഹൈ ആയിട്ടുള്ളത്? ബിക്കോസ് IT നെറ്റ്വർക്ക് നമ്മൾ ഇന്റർനെറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നെറ്റ്വർക്ക് അത്ര സെക്യൂർ അല്ല, അല്ലെ? സോ കണ്ടിന്യൂസ് പാച്ചസ് ഓഫ് ഹോസ്റ്റിംഗ് എടുക്കണം. കണ്ടിന്യൂസ് പാച്ചസ് ഓഫ് ഹോസ്റ്റിംഗ് കൂടെ ആവശ്യമാണ്. നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ടു ഇന്റർനെറ്റുമായിട്ടാണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് റിക്വസ്റ്റ് വിജിലന്റ് പ്രൊട്ടക്ഷൻ, അവിടെ വിജിലന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയുള്ള കമ്പാരിസൺസ്. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫെയിലിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ IT എങ്ങനെയാണ്, OT എങ്ങനെയാണ്, നെറ്റ്വർക്ക് അപ്ഗ്രേഡ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അതിന്റെ. ദെൻ സെക്യൂരിറ്റി വൾനറബിലിറ്റി ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്. അതുപോലെ ഓപ്പറേഷൻ ഫോക്കസ്, OT ഫോക്കസ് ചെയ്യാൻ 24/7 അവൈലബിലിറ്റി ആണ്. മറ്റേ IT ആണെങ്കിൽ സെക്യൂരിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഡാറ്റ എന്തൊക്കെയാണ്, ദെൻ സെക്യൂരിറ്റി എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പയറിംഗ് ഓപ്പറേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ITയുടെ എന്താണ്, OT എന്താണ്, അതിന്റെ കൺവേർജൻസ്. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.